പ്രിയമുള്ള സഹോദരന്മാരെ, കഴിഞ്ഞ വീഡിയോയിൽ സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥം നമ്മൾ പറഞ്ഞു. അതിനോടനുബന്ധിച്ചുകൊണ്ട് ചില ഫാത്തിഹയുടെ മഹത്വം പറയുന്ന ചില വീഡിയോകൾ ഞാൻ നിരന്തരം നിങ്ങളിലേക്ക് സമർപ്പിച്ചു. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് സൂറത്തുൽ ബഖറയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. സൂറത്തുൽ ബഖറയുടെ അർത്ഥം നമുക്ക് പഠിക്കാം. സൂറത്തുൽ ബഖറ അതിൻ്റെ അർത്ഥം പശു എന്നാണ്. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ ഒരു അധ്യായമാണ് സൂറത്തുൽ ബഖറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയ ശേഷമാണ്, ഹിജ്റ വന്നതിന് ശേഷമാണ് ഈ ബഖറ സൂറത്ത് മദീനയിൽ വെച്ച് അവതരിപ്പിച്ചത്. അതുകൊണ്ടാണ് മദീനയിൽ വെച്ചുകൊണ്ട് അവതരിപ്പിച്ചത് കൊണ്ടാണ് ഇതിന് മദനിയ്യ് എന്ന് പേര് ലഭിക്കാൻ കാരണം. അൽ ബഖറ സൂറത്തിലെ വിശ്വാസകാര്യങ്ങളും അനുഷ്ഠാന കർമ്മങ്ങളും ഊന്നൽ നൽകിയിട്ടുണ്ട്. ഈ അൽ ബഖറ സൂറത്തിൽ വിശ്വാസകാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച്, പ്രവർത്തിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച്, എന്ത് പ്രവർത്തിക്കണം, എന്ത് പ്രവർത്തിക്കാൻ പാടില്ല എന്നതിനെ സൂചിപ്പിക്കുന്ന ചില ആയത്തുകളും ഈ ബഖറ സൂറത്തിലുണ്ട്. അൽ ബഖറ സൂറത്തിൽ 67, 68 തുടങ്ങി 73 വരെ ഈ ആയത്തിൽ ഇസ്രായേൽ സമുദായത്തിൻ്റെ സംഭവം ഒരു വിശദീകരിക്കുന്നുണ്ട്. അതിലെ പ്രധാന കണ്ണി ഒരു പശുവാണ്. അതുകൊണ്ടാണ് ഈ സൂറത്തിന് പശു അതാ ബഖറ സൂറത്ത് എന്ന് പേര് വരാൻ കാരണം. അൽ ബഖറ സൂറത്തിൽ ഏറ്റവും വലിയ ആയത്ത് അൽ ബഖറ സൂറത്തിലുള്ളത് ആമന റസൂല്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ആയത്തുണ്ട്, ആയത്തുൽ കുർസി. ഇങ്ങനെ തുടങ്ങി പല വിശേഷണങ്ങളും അൽ ബഖറ സൂറത്തിനുണ്ട്. സത്യവിശ്വാസികൾ, സത്യനിഷേധികൾ, കപടവിശ്വാസികൾ, ഇങ്ങനെ 3 വിഭാഗം ആളുകളെ കുറിച്ചാണ് അൽ ബഖറ സൂറത്ത് തുടങ്ങുന്നത്. അവരുടെ ചരിത്രം, അവരുടെ സംഭവങ്ങൾ പറഞ്ഞുകൊണ്ടാണ്, അവർ ആരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അൽ ബഖറ സൂറത്ത് തുടങ്ങുന്നത്. അതുപോലെ തന്നെ വിശ്വാസകാര്യങ്ങൾ, നോമ്പ്, നിസ്കാരം, ഹജ്ജ്, ഉംറ തുടങ്ങിയ അനുഷ്ഠാന കർമ്മങ്ങളും, വിവാഹം, വിവാഹമോചനം, ഇദ്ദ, ഭാര്യഭർത്തൃ ബന്ധം, ശിശുപരിപാലനം തുടങ്ങി കുടുംബജീവിതത്തിലെ വ്യത്യസ്തമായ വശങ്ങൾ ബഖറ സൂറത്തിൽ വിവരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കച്ചവടം, പണയിടപാട്, കടമിടപാട്, ആധാരമെഴുത്ത്, സാക്ഷി, പലിശ, കൈക്കൂലി, യുദ്ധം, ഇങ്ങനെ തുടങ്ങി ഒരുപാട് വിഷയങ്ങളാണ് അൽ ബഖറ സൂറത്തിൽ സൂചിപ്പിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ശേഷം അതിൻ്റെ അർത്ഥം ഞാൻ പറയാം.